നമ്മളിത് ഇവിടെ ഇങ്ങനെ IBക്ക് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും വന്നാൽ നമ്മൾ പുറപ്പെടും. ഹലോ ഗൈസ്, അതാ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ഇതാ ഫാദർക്കുണ്ട്. നമ്മൾ ഫുൾ ചിൽ വൈബിൽ ഇവിടെ നിന്ന് IBക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ സെറ്റ് ട്രിപ്പ് പോകണല്ലേ? ആരെങ്കിലും ഒച്ച ഉണ്ടാക്ക്. അതാണ്. Heavy flow days of bloody real. വണ്ടി അടുത്ത് ഒന്ന് പമ്പിൽ നിർത്തിയപ്പോൾ ഞങ്ങളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. ഇവിടെ ഐസ്ക്രീമൊക്കെ നോക്കണ്ട്. ഹലോ, ബൈ വൺ ഗെറ്റ് വൺ. ഒന്ന് വാങ്ങിയ ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടും. അല്ല, ഒരെണ്ണം നിങ്ങൾ വാങ്ങുമല്ലോ, അപ്പോൾ ഒരെണ്ണം കിട്ടും. ബൈ വൺ ഗെറ്റ് വൺ. നിന്റെ ഫുഡ് കിട്ടി. ഇതാ സൂപ്പർ മാർക്കറ്റ് വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവരോടെ പോയി അത് തന്നെ നേരത്തെ അല്ലേ ഇപ്പോൾ ഇവിടെ വന്നു നിന്ന് പ്രിങ്കിൾസ് മേടിക്കേ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് ഇവിടെ കൊച്ചി എത്തി. റൂം എടുത്തു. ഇവിടെ വന്ന് ഇപ്പോൾ രാവിലെ ഫ്രീ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും പുറത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഭയങ്കര വെയിലാണ്. അവിടെ എല്ലാം വെളുത്തിരിക്കുക. ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹൈക്കോർട്ടിൽ പോയി അവിടെ നിന്നാണ് നമ്മൾ വാട്ടർ മെട്രോ കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നത്. ഫോർട്ട് കൊച്ചി നമുക്ക് കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ട്രാവലറപ്പം അങ്ങോട്ട് വരും, ഫോർട്ട് കൊച്ചിയിലേക്ക് വരും. അവിടെ നേരെ നമ്മൾ മട്ടാഞ്ചേരി പോകും. മട്ടാഞ്ചേരി പോയി ജൂ ടൗൺ, അവിടെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താം. ഇവിടെ മൈക്കൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. പാട്ട് പാടിയിട്ട് ഇതാക്കുന്നില്ല.
പോകാൻ പറ. സൈഡ് സീൻ എല്ലാവരും തല ഒന്ന് അപ്പുറം ജനലിലേക്ക് കൂടി തിരിച്ചാണ് എന്റെ തല ഞാൻ താത്തട്ടെ. അതാ നമ്മളിവിടെ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാ വാട്ടർ മെട്രോൻ്റെ അവിടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ വാട്ടർ മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചിയിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഹൗ വാസ് ദി മെട്രോ ഗൈസ്? മാർവലസ്, ഓസം. ഐഷ എവിടെ? ഐഷനോട് വെച്ച നല്ല കിഡ്ലൻ റിവ്യൂ കിട്ടും. ഐഷ, ഹൗ വാസ് ദ വാട്ടർ മെട്രോ? യോ ഇന്ന് ഫുൾ പൊളി. അതെ, കൊച്ചി കായലിന്റെ വരാന്തരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നേറുകളുണ്ടല്ലോ കൊച്ചിയുടെ. ഐഷേ, ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് നല്ല വിലയായിരിക്കും. വരുമ്പോ തന്നെ പറഞ്ഞിട്ടാ വരുമ്പോ വാങ്ങിക്കൊണ്ടിരണം. നടന്ന് നേവി മ്യൂസിയത്തിൽ എത്തിയിരിക്കുന്നു. വണ്ടി വന്നു. അല്ല എടാ വാടാ. നമ്മളങ്ങനെ ഇവിടെ നേവി മ്യൂസിയം, ഇതിൻ്റെ പേരെന്താ, ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയത്തിൽ നടന്നെത്തിയിരിക്കുന്നു. എല്ലാവരും ഇതാ ഇവിടെ നമ്മളെ നോക്കി നിൽക്കുന്നു. അതെ, ഐഷ ചിഹ്നം തൊപ്പി. യൂണിയനിലായപ്പോ UUC ഒക്കെ ആയിപ്പോയതാ. ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതല്ലേ? നേവിയുടെ ഹെലികോപ്റ്റർ. പോയി ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ ക്യാമറയും. മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാണ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. മട്ടാഞ്ചേരി വന്നിരിക്കുകയാണ്. നല്ല വെയില. നമ്മളവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നതാണ്. എല്ലാവരും ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചോറ് പറഞ്ഞതിന് കിട്ടി. നമ്മളത് കൊച്ചി മെട്രോയിൽ കയറാനായിട്ട് വന്നേക്കാം.
ചെറായി ബീച്ചിൽ വന്നാണ്. ഇവിടെ വന്നപ്പോൾ സൂര്യനൊക്കെ ഉണ്ടായിരുന്നു. സൂര്യനെ കാണാനില്ല. സൂര്യൻ എവിടെ? സൺസെറ്റ് കഴിഞ്ഞു, പക്ഷെ അറിഞ്ഞില്ല. SHERIN. ഷേ സമ്മിപ്പോയി. വരും, വരണമല്ലോ. ഇത് വരുമായിരിക്കും. ഇത് വന്നു. പോയി. ആ, ബീച്ചിൽ ഇങ്ങനെ ആളുകൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സൂര്യനൊക്കെ എപ്പോഴേ പോയത് കണ്ടില്ല. അയ്യോ, ഞാൻ ചെല്ലൂല, എനിക്ക് വേറെ മാറാൻ ഡ്രസ്സില്ല. അയ്യോ, ഞാൻ വരൂല. മൂന്നെണ്ണം വെള്ളത്തിന് കളിച്ച് മറിയണം. അങ്ങനെ ഇന്നത്തെ കറക്കവും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിലെത്തി. ഞാൻ റൂം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കിടന്ന റൂം, ഇവിടെ TV AC ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നാളെ. ഹോട്ടലിൽ നിന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാണ്. അതെ, ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? ആ പറ. അതെ, നമ്മളിന്ന് ഈ 2 സ്പോട്ടിലാണ് പോകുന്നത്. നമ്മുടെ IVയുടെ മെയിൻ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്ക് ചെയ്യണം. അതാ ഏത് മൂഡ്? IV മൂഡ്. ഗൈസ്, ഇവിടെ യൂണിഫോമിൽ 4 പേർ വന്നിട്ടുണ്ട്. 4 ബ്ലാക്ക്. അപ്പം നമുക്ക് പോവാം. അപ്പം നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങാം. രാവിലെ 7:30 പുലർച്ചെ 7:30. പക്ഷേ എവിടെ? ഞാൻ കേട്ടില്ലല്ലോ. കേൾക്കാത്ത പാട്ട് എവിടെ? ഇത് പറയാൻ പറ്റില്ല ഒരിക്കലും. ഇന്ദു ക്രിയേറ്റീവ് സ്റ്റുഡിയോസ്. അതെ, ആദ്യമായിട്ട് എൻ്റെ ഒരു ഫാനിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങളെവിടെ എത്തിയോ? അതെ, ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഡീക്കുട്ടി, ഏതാ ചിരി? ഇപ്പൊ എല്ലാരും അറിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹോട്ടൽ ശരവണ ഭവൻ. കളറിംഗ് ബുക്കൊക്കെ വാങ്ങിക്കുന്നു. സാറൊന്നും വാങ്ങല്ലേ? ഒന്നും വാങ്ങല്ലേ? റേറ്റ് കൂടുതൽ. അതില് സ്ട്രെസ്, കൂടുതൽ സ്ട്രെസ്. പാട്ടറിയോ? അത് മാത്രമേ അറിയുള്ളൂ. കാത്തിനന്തകത്തേതാരോ തകതിനന്തകത്തേതാരോ കാത്തിനന്തക തകതിനന്തക തകതിനന്തകത്തേതാരോ ബാക്കി അറിയാ? ചെണ്ട എക്സ്പേർട്ടാ? പൊട്ടു
ഡോൺ ബോസ്കോ വെണ്ണലയുടെ ഫൗണ്ടർ റവറൻഡ് ഫാദർ ഫിലിപ്പ് തൈ. ഇവിടെ ഒരു ചാപ്പലൊക്കെ ഉണ്ട്. ചാപ്പലുണ്ട് ക്രിസ്ത്യൻസിൻ്റെ. അങ്ങനെ നമ്മൾ ഇവിടെ വീണ്ടും ഉന്മറത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത എങ്ങോട്ടാ പോകുന്നത്? അടുത്ത് നമ്മൾ പോകുന്നത് ഡോൺ ബോസ്കോ ഇമേജിലേക്കാണ്. ഇമേജ് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയതോ? ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്നത് ഡോൺ ബോസ്കോ കൾച്ചറൽ സെന്ററിലെ. ഓക്കെ ഓക്കെ, നമ്മൾ ഇമേജിലോട്ടാണ് പോകുന്നത്. ഡോൺ ബോസ്കോ അല്ല, ഇവിടെ പ്രിന്റിംഗ് ഒക്കെ ഇവിടെയാണോ? പ്രിന്റിംഗ് ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ നടക്കുന്ന പ്രിന്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന സ്കൂളുണ്ട്. അതിന് ഡോൺ ബോസ്കോ ഇമേജ് ഉണ്ട്. ഈ ഒരു 3 സെക്ഷൻസ് ആണ് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിലായിട്ടുള്ളത്. ഓ യാ ഗോ. നമ്മളിതാ ഇവിടെ കയറുന്നു. ലിഫ്റ്റിൽ പോകുന്ന സ്പൈറൽ സ്റ്റെയർസോ നമുക്ക് കയറാൻ പറ്റും. സെക്കൻഡ് ഫ്ലോർ യാക് ട്രെയിനിങ്. നമ്മളിവിടെ വന്നു. ട്രെയിനിങ് സെന്റർ. യെസ്. ബ്രദറെ, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ എങ്ങോട്ടാ നെക്സ്റ്റ്? അതെ, നമ്മൾ DB ഇമേജിൽ കയറാൻ പോവുകയാണ് ഇനി. ഞാൻ പ്രിന്റിംഗ് ഒക്കെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതെവിടെ? അതെ, നമ്മൾ അവിടെയാണ് ഇനി പോകുന്നതാണ് ഞാൻ ഉണ്ടായിരുന്നത് സ്ഥലം. അതെ, നമ്മൾ ഫാദറിന്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ബോസ്കോ ഇമേജ്. നമ്മുടെ പല ഡിസൈൻസും ഇവിടെയാണ് ചെയ്യുന്നത്. FK തിയേറ്റർ, ഇവിടുത്തെ പല സിനിമകളുടെയും റിവ്യൂ നടക്കുന്നത് ഇവിടെയാണ്. 4K തിയേറ്റർ. ഓക്കെ, നമ്മൾ തിയേറ്ററിനുള്ളിൽ വന്നിരുന്നു. ഇവിടുത്തെ Yes, Baba Jaggat, the sound design for the film Jaggat is done by him. He is ജല്ലിക്കെട്ട്. so he is a sound faculty for sound students. നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ഡബ് നമുക്ക് തന്നെ കുറച്ചുകൂടി ഈസിയാണ്. We have 7 editing students only, and we teach them 3-4 different software. We teach them both for Mac and Windows. Final Cut Pro, then Adobe Premiere, DaVinci Resolve for coloring. You see the coloring of movies. This is our small shooting floor. We are able to do some video projects here also. We are able to just introduce this one. This is Mr. Vinod. He's the head of department in Ahalya College in Pakistan. So, first of all, Father Dixon, and I take this opportunity to thank Father Dixon for spending his valuable time with us today, because we know he's a very busy person, and even though he is explaining and we also have the opportunity to just a small video. So thank you so much, Father, on my personal behalf and on behalf of the Department of English and Dr. തടിയിൽ തന്നെ നമ്മൾ പസിലൊക്കെ ചെയ്യുന്നത് പോലെ ഇന്റർലോക്ക് ചെയ്തിരുന്നു. ആ ഒരു സീലിംഗിൽ ഒരു 133 ഹാൻഡ് കാർഡ് ആയിട്ടുള്ള ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും സ്റ്റാച്യു ചെയ്തിട്ടുണ്ട്.
ഇതാണ് മണിച്ചിത്രത്താഴ്. ഫയർ ടോർച്ച്, കെറോസിൻ ഫാൻ 1880. കാളത്തല ഹട്ട്, ക്രിസ്ത്യൻ ഫ്രിക്സ് പഴയ മുനിയറ. ഇത് നമുക്ക് ഓരോ ഏരിയനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് സെൻട്രൽ പഠിക്കേണ്ടായിരുന്നു. നന്നങ്ങാടി ക്ഷണമൂർത്തി ഭൈരവി. എങ്ങനെ അവിടെ പോയി, എങ്ങനെ അവിടെ എത്തി? ബൈ നിസാം റോയൽ ഫാമിലി. നമ്മളല്ല ഇത് റോയൽ ഫാമിലി. നീ ഇത്ര വട്ടം നിന്നോ? അവള് പെട്ടെന്ന് വന്നു. പ്രഭാവലി ഓറിയോ. ധന്വന്തരി. സർപ്പം, കുറേ കൽസ്തൂപങ്ങൾ. ഹാൻഡ്മെയ്ഡ് അല്ലേ? മാൻമെയ്ഡ്. നല്ല തരത്തിലുള്ള കിണ്ടി മണ്ണിൽ ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണാം. കിണ്ടി സാധാരണ മറ്റതിലല്ലേ ചെയ്യാ നമ്മള്. ചെമ്മല്ല, എന്താ പറയുന്നത്, ഓടിലല്ലേ ചപ്പാത്തിയോട് അടുത്തിട്ട് ഡ്രാഗണോ? ഇവിടെ സാധനം വാങ്ങാൻ വന്നോ? പുതിയ വീട് വെക്കുന്നുണ്ട്. വ്യക്തിതച്ചല്ല, കെറോസിൻ ലാമ്പ്, വീണ, ആനിമൽ ബോണുണ്ടല്ലോ. രണ്ടെണ്ണുണ്ട്, 6 വിഷ്. ഇതെന്താണ് പന്നികളെ ചിത്രം? ഒരു 10 അലാവുദ്ദീൻ കൂടി തരാൻ പറഞ്ഞു. ലുട്ടാപ്പിയോട് ഉണ്ടല്ലോ. നിന്നെയല്ല, പെയിന്റിംഗ് ബ്രഷോ? ചോപ്സ്റ്റിക് ആണത്. ആ,
പണ്ടത്തെ വിശറി. പണ്ടത്തെ കുഞ്ഞു കിച്ചൺ അത് മിനി കിച്ചൺ. അങ്ങനെയല്ല പണ്ട് നാരായം. എടി നാണയം നല്ലത് നാരായം പൈസ അത്. താളിയോല ഗ്രന്ഥങ്ങൾ. ഗ്രന്ഥങ്ങൾ എത്ര വലുതാ നോക്ക്. ഈ താളിയോല എഴുതുന്ന സാധനം അല്ലേ? ആയിരിക്കും. പ്രേതത്തെയോ? അല്ല അസാന്തിന് വേണ്ട ചിലമ്പ് 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 ചിലമ്പാ. അതിന്റെ പേരെന്താ? ജ്വല്ലറി ബോക്സസ്. ഡൗറി ബോക്സ്. സ്ത്രീധനപ്പെട്ടി. സ്ത്രീധനപ്പെട്ടി ഡൗറി ബോക്സ്. ഇതൊക്കെ പണ്ടേ ഒഴിവാക്കിയിരുന്നെങ്കിൽ അതെ അതെ. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാ. തെയ്യം കോസ്റ്റ്യൂംസ്. തെയ്യത്തിന്റെ ബെൽറ്റ്. അരയിൽ കിട്ടുന്ന ബെൽറ്റ്. ടെക്സ്റ്റിംഗ് ബൗൾ. പഴയ കോൽത്രാസ്. വെയിറ്റ് മെഷർ. അയ്യോ തരാ. ഭഗവതി തെയ്യങ്ങൾ. ഭഗവതി തെയ്യം, ഉച്ചിലോട്ട് തെയ്യം, പല ടൈപ്പ് തെയ്യങ്ങൾ. തെയ്യമുഖം. ബ്രോൺസ് ഹനുമാൻ. ബ്രോൺസ് കൊണ്ടുള്ള ഹനുമാൻ. ഇത് പണ്ടത്തെ വൈൻ കുപ്പി. അതൊക്കെ എടുക്കണോ? വരക്കാൻ എടുത്തോ. എത്ര തെയ്യങ്ങളാന്ന് നോക്കൂ. കോൽത്രാസ് നോക്ക്. വാള്. ഇതൊക്കെ അടിപൊളിയാ. രാത്രി ഒരാളെ പേടിപ്പിക്കാൻ സെറ്റ്. നോക്ക്. തെയ്യം സോൾ. തെയ്യം വാളുകൾ. ആ അതെ. എത്ര എണ്ണ നോക്ക്. ചിലമ്പ്. തെയ്യം ചിലമ്പ്. കാൽച്ചിലമ്പ്, കൈച്ചിലമ്പ്. ഇത് കൈച്ചിലമ്പ്. നടക്കുക. അതിന്റെ ലോക്കു. ആ ലോക്കും ഉണ്ടല്ലോ. ഹൊറർ ഫീൽ ഉണ്ട്. എടാ ബൂമറാങ്ക്.